അവൾ കഴുത്ത് അറുത്തിട്ട് ബ്ലഡായിട്ട് ഒലിച്ചുകൊണ്ട് കിടക്കും. ഞാൻ എന്തോ ഓർമ്മയില്ലാതെ ഞാൻ ഇങ്ങനെ തലയും പിടിച്ചോണ്ട് ഞാൻ ഇവിടെ 3 അറുത്തിരിക്കണം, നരം പറ്റില്ല. അമ്മ ചെയ്തതായിരിക്കും അല്ലേ? ഓ തന്നെ ഇരിക്കും, അല്ല പിന്നെ എങ്ങനെ. അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മ കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, നോക്കാൻ പറ്റാത്തത്. അവർ അറുത്തിട്ട് അവർ ആത്മഹത്യയായിരിക്കും. ഇവിടെ മരിച്ചെന്ന് വിചാരിച്ചാണ്, രക്തം കണ്ടപ്പോൾ പേടിച്ച്. 74 വയസ്സുള്ള ലീലാമ്മയ്ക്ക് മകൾ ബിന്ദുവിനെ ജീവനായിരുന്നു. കിടപ്പ് രോഗിയായ മകൾ ബിന്ദുവിനെ പൊന്നുപോലെ നോക്കാം എന്നും പറഞ്ഞ് ബന്ധുവീട്ടിൽ നിന്നും അമ്മ തൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ വീട്ടിൽ പിന്നെ അമ്മയും മോളും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി. ആഹാരം വാരിക്കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം അമ്മ തന്നെയാണ്. പക്ഷെ ഒരിക്കൽ ആ അമ്മ ഒരു തീരുമാനമെടുത്തു, മകളെ ഇല്ലാതാക്കണം. ആ രാത്രിയിൽ ലീല എന്ന അമ്മ ആ തീരുമാനം നടപ്പിലാക്കി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. നേരം വെളുത്തപ്പോൾ അമ്മ മരിച്ചു കിടക്കുന്നു, മകൾ രക്ഷപ്പെടുകയും ചെയ്തു. എന്താണ് അന്ന് രാത്രി ആ വീട്ടിൽ സംഭവിച്ചത്? ബിന്ദു കിടക്കുന്നത് ആ റൂമിലാണ്. അഥവാ അമ്മ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും ഈ ജന്നല് ഒരു പാളി ഒന്ന് തുറന്നു വെച്ചിരിക്കും. ഈ കഥ ഒന്ന് വലിച്ചു ചാറ്റിയിട്ട് പോവും. അമ്മ എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഒന്ന് പോയിട്ട് വരണമെങ്കിൽ. അല്ലെങ്കിൽ വിജയമ്മ എന്ന് പറയുന്ന ഒരു ആൻറ്റി താഴെയുണ്ട്. പിന്നെ ഈ ബിന്ദുവിൻ്റെ തന്നെ കുഞ്ഞമ്മ തൊട്ടടുത്ത വീട്ടിലുണ്ട്. ഇവരെ ആരെങ്കിലും ആക്കിയിട്ട് മാത്രമേ ബിന്ദുവിനെ തനിയാക്കിയിട്ടൊന്നും പോവാറ്. ആദ്യം ബിന്ദുവിന് എത്ര പ്രാവശ്യം മുറിച്ച് കാണും? ആദ്യം അത് 3 പ്രാവശ്യം എന്തോ ആണ് മുറിച്ചു എന്ന് പറയുന്നത്. ബിന്ദുവിന് ഓർമ്മയുണ്ടായിരുന്നു. ബിന്ദു അതിനുശേഷം ഉറങ്ങിയില്ല, ആരെങ്കിലും വന്ന് രക്ഷിക്കട്ടെ എന്നുള്ള ഒരു ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത്. ബിന്ദുവിനെ മുറിച്ചതിന് ശേഷമാണ് ഇപ്പുറത്തെ റൂമിൽ ഹാളിൽ വന്നിട്ടാണ് തീ കൊളുത്തിയിട്ടുള്ളത്. ആ ഹാളിനകത്തുള്ള ഒരു കർട്ടൻ പോലും കത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കാരണം ഇടത്തെ കയ്യിൽ ഈ തൊലി ഭാഗമൊക്കെ ഇത്തിരി കൂടുതലായിട്ട് പൊള്ളിയിട്ടുണ്ട്. കാലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുകൂട്ടെ പൊള്ളലുണ്ട്, ബ്ലൗസിൻ്റെ ഭാഗമൊക്കെ. പക്ഷേ ഈ തലയിൽ ഉച്ചിയിലായിരിക്കണം മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ വെച്ചിട്ടുള്ളത്. പിന്നെ നാക്കൊക്കെ ഇത്തിരി തള്ളിയ അവസ്ഥയിലായിരുന്നു. മൂക്കും കണ്ണുമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. ഈ ഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബിന്ദുവിൻ്റെ കഴുത്ത് അമ്മ കണ്ടിച്ച് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി. കാരണം പെട്ടെന്ന് എന്തോ ബോധം എന്തോ ഇത്തിരി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം പെട്ടെന്ന് ഇപ്പുറത്ത് മണ്ണെണ്ണ അരക്കുപ്പി മാത്രമേ തീർന്നിട്ടുള്ളൂ. ബാക്കി മണ്ണെണ്ണ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഈ തീപ്പെട്ടി തൊട്ടടുത്ത് കിടപ്പുണ്ടായിരുന്നു. അമ്മ ഒരു പൊസിഷനിൽ അങ്ങനെ ഒരിടത്തും ഓടിയിട്ടില്ല, അങ്ങനെ വീണ് മരിച്ചിരിക്കുകയാണ്. കണ്ടിട്ടില്ല അല്ലേ? ഇല്ല, തീ കൊളുത്തി മരിച്ചത്. മൊത്തം കത്തി അമർന്നു അല്ലല്ലോ? അങ്ങനെ കത്തി. ഇപ്പം നമ്മൾ സാധാരണ ഒരു എന്താ പറയാ 40% പൊള്ളലേറ്റു എന്നൊക്കെ പറയുന്ന രീതിയിൽ പൊള്ളലുള്ളൂ. പക്ഷെ പൊള്ളേണ്ട ഭാഗം വേവേണ്ട ഭാഗം എന്തോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവർക്ക് എങ്ങനെയോ ഇങ്ങനെയാണ് മരിക്കണമെങ്കിൽ ഏത് ഭാഗം വെന്താൽ മരിക്കും എന്നുള്ളത് അറിയാമായിരിക്കണം. പക്ഷെ മകള് മരിച്ചു വിചാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ബോധം പോയിട്ടുണ്ട്. കാരണം ഈ രക്തമൊക്കെ ഇങ്ങനെ പോയപ്പോഴേ പിന്നെ വിളിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായി കാണും. ഞാൻ ഓടി ഇങ്ങ് വന്നിട്ട് പെട്ടെന്ന് വത്സല റൂമിലാണ്. കാരണം ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ബോഡിയെ കാണുന്നില്ല, ഡെഡ് ബോഡിയെ കാണുന്നില്ല. പെട്ടെന്ന് വത്സല റൂമിൽ കയറിയപ്പം അവൾ പറഞ്ഞ് ഷീല ചേച്ചി എന്നെ ഒന്ന് എണീപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മക്കളെ എണീപ്പിക്കാൻ പറ്റില്ല, കാരണം ഏത് പൊസിഷനിലാണ് അറുത്തിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് മോള് തന്നെ പറഞ്ഞു, എൻ്റെ കഴുത്തെറുത്തിട്ട് അമ്മ തീ വെച്ചത് മണ്ണ് തീ വെച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവിടെ നോക്കിയപ്പം അമ്മ കമന്നടിച്ച്. മോള് കണ്ടു. മോള് തീ പടരുന്നതായിരിക്കും കണ്ടത്. എനിക്കൊന്നും പെട്ടെന്നൊന്ന് അബോധാവസ്ഥയിലായി കാണണം. അടുത്ത തീകോളം എന്തായാലും ഒരാൾ മരിക്കുമ്പോൾ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ. അങ്ങനെ എന്തായാലും അവൾ കണ്ടു. ഈ വീടൊക്കെ സത്യം പറഞ്ഞ ലീലയുടെ അല്ലായിരുന്നു വീട്? ഈ വീട് ലീല ചേച്ചിയുടേതാണ്. പക്ഷേ ഇളയ മകൾ സിന്ധുവിൻ്റെ കയ്യിലാണ് ഇപ്പം അതിൻ്റെ ഉടമസ്ഥാവകാശമുള്ളത്. മകളെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു ഭാഗത്തുണ്ട്. അടുത്ത ഭാഗത്ത് എവിടെ പോവും, ഇതാണ് അവരുടെ ഇതെന്ന് പറയുന്നത്. എപ്പോഴും പറയുന്നത് ഞാൻ എവിടെ ഈ മകളെയും കൊണ്ട് ഇറക്കി വിട്ടാൽ പോവും എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. വാടക വീട്ടിൽ പോകാൻ താല്പര്യമില്ല, സാമ്പത്തികമായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊടുത്തു. അമ്മയല്ലാതെ ബിന്ദുവിനെ നോക്കാൻ ആരും ഇല്ലാതായിരുന്നു അല്ലേ? അമ്മയ്ക്ക് വേറെ ആരും വേണ്ട. അമ്മയ്ക്ക് ജോലിയൊക്കെ ചെയ്യുന്ന, പക്ഷെ അധികം കഴിവില്ല എങ്കിലും 77 വയസ്സായെങ്കിലും സ്കൂളിൽ കഞ്ഞി വെച്ചുകൊണ്ടിരുന്ന അമ്മയാണ്. സ്കൂളിൽ പിന്നെ കഞ്ഞി വെച്ചുകൊണ്ടിരുന്ന അമ്മയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ബിന്ദുവിനെയൊക്കെ നോക്കാനുള്ള ശേഷി കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ശ്വാസം മുട്ട്, ഡയബറ്റിക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ അത്ര ഒരു മോശം അവസ്ഥയിലല്ല. യഥാർത്ഥത്തിൽ ബിന്ദുവിനെ ഇവിടെ കൊണ്ടുവന്നത് വക്കീലല്ലേ? ഞാനും ലീല ചേച്ചിയും ബൈജു എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അവരെ ചികിത്സിക്കാനും അമ്മയോടൊപ്പം നിർത്തി
സംരക്ഷിക്കാനും തന്നെയാണ് ബിന്ദുവിന് ആഗ്രഹമായിരുന്നു അമ്മയോടൊപ്പം നിൽക്കാൻ വേണ്ടി. ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിന്ദു വരുന്ന സമയത്ത് എണീറ്റൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ശരിയായ തരത്തിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ആഹാരം വാരി കഴിക്കുമെങ്കിലും അത്രയ്ക്കൊരു ഹെൽത്തി ആയിട്ടൊന്നുമില്ല. അല്ല, അമ്മയുടെ ആവശ്യമായിരുന്നു മോളെ ഇവിടെ നോക്കണം എന്നുള്ള അമ്മയുടെ ആവശ്യം. അമ്മയുടെ ആവശ്യമാണ്. അമ്മയ്ക്ക് കാണണം, അമ്മയ്ക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ബിന്ദുവിനെ കൊണ്ടുവന്നത്. ബിന്ദു തീരെ നടക്കാൻ പോലും ഒക്കത്തില്ല. ആ ബിന്ദുവിന് നടക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു. പ്രശ്നം എന്തുവാ? ബിന്ദുവിൻ്റെ പ്രശ്നം, ബിന്ദു ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ബിന്ദു വീട് വിട്ട് പോവേണ്ട ഒരു അവസ്ഥ വന്നു. വീട് വിട്ട് പോയപ്പോൾ മാമൻ്റെ മോൻ്റെ കൂടെ എന്തോ പോയി. അത് കഴിഞ്ഞിട്ട് ബിന്ദുവിനെ ഞങ്ങൾ അറിഞ്ഞിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ട് പോയി 9-ാം വാർഡിൽ അഡ്മിറ്റ് എന്നാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു ഇനി അങ്ങും വിടണ്ട, മോളെ നോക്കാൻ അമ്മ നിൽക്കുവോ? അങ്ങനെയല്ല, ബിന്ദു അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവിടെയും കൊണ്ടുവരത്തക്ക ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ ഈ അനിൽകുമാറിൻ്റെ മരണശേഷം അമ്മയ്ക്ക് മകളെ കാണണം എന്നുള്ള ഒരു നോക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അമ്മ ഇവിടെ കൊണ്ടുവന്ന് പൊന്നുപോലെ നോക്കി നല്ല ഭംഗിയായിട്ട് മരിക്കണം എന്നുള്ളൊരു ഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ വത്സല എടുത്തതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞു എന്ന് പറയുന്നു, നിന്നെയും കൊന്ന് ഞാനും മരിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ മകളെ തലേദിവസം 3 പ്രാവശ്യം വിളിച്ചു. അമ്മ പക്ഷേ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. അമ്മ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. അമ്മ മണ്ണെണ്ണ ചോദിച്ചിരുന്നു 2-3 പേരെടുത്ത്. അപ്പം മണ്ണെണ്ണ ആരും വാങ്ങിക്കൊടുക്കാൻ കടയിലില്ലല്ലോ. അപ്പം ഇതിനാണെന്ന് വിചാരിച്ചില്ല. പിന്നെ ഒരു 10 ദിവസത്തിന് മുമ്പ് എൻ്റെ അടുത്തൊരു ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ ഞാനിനി മരിച്ചു പോകും, എന്നെ കൊണ്ടൊന്നും കഴിയുന്നില്ല, ഷീല വത്സലയെ കൊണ്ട്, ബിന്ദുവിനെ വത്സല എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, വത്സലയെ ശാന്തി കവാടത്തിൽ എന്തെങ്കിലും വന്ന് അടക്കം ചെയ്യണം, കുടുംബത്തിലുള്ള കല്ലറത്തോട്ടത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇനി മോളെ നോക്കാൻ വയ്യ, അല്ലെങ്കിൽ അമ്മയുടെ കാലം കഴിഞ്ഞാൽ മോളെ ആര് നോക്കും, എനിക്ക് പോകാൻ ഇടമില്ല. അത് ജനിച്ച അന്നോട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. മരിക്കുന്ന അന്നും കണ്ടതാണ്. ആരോടും ഒരു ദേഷ്യം നാളിതുവരെ കാണിച്ചിട്ടില്ല. ഒന്നുറക്ക ദേഷ്യത്തിൽ സംസാരിച്ച് കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് സൗമ്യമായിട്ട് മാത്രം. എന്താ എന്തായിരിക്കും സംഭവിച്ചത്? എന്താ ഈ ബിന്ദുവിന്റെ വാക്കിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കുന്ന അമ്മ? ബിന്ദുവിന്റെ വാക്കിൽ നിന്ന് അവര് ഇനി അവസാനമായിട്ട് കുളിപ്പിച്ച് ആഹാരം കൊടുത്തു. അതല്ല, എല്ലാ ദിവസവും രാവിലെ അവർ ആ റൊട്ടീൻ അത് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെ വത്സലയെ പരിചരിച്ചു.